ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഇപ്പോൾ പരീക്ഷയുടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തിരക്കുകളൊക്കെ ആയ കാരണമാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഞാൻ ലാപ്പ് വാങ്ങി, അപ്പോൾ ആ ലാപ്പിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അധികം കത്തിയടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടനോട് അമർത്തിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇതൊക്കെ ലാപ്ടോപ്പിന്റെ അത്യാവശ്യ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കാം. അപ്പൊ അത് നോക്കി ഇതിന്റെ ഒപ്പം കിട്ടിയ ബാഗ് ഒന്ന് നോക്കാം. ആദ്യം ഇതിന്റെ ബാഗ് ഒന്ന് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ ബാഗ്. ഡെല്ലിന്റെ ഒരു അടിപൊളി ബാഗാണ്, ലാപ്ടോപ്പ് ബാഗാണ്. ഇത് ആന്റി തെഫ്റ്റ് ബാഗാണ്. ഞാൻ പരിചയപ്പെടുത്തിണ്ടോ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആന്റി തെഫ്റ്റ് ബാഗാണ്. ഇവിടെ ചെറിയൊരു കള്ളി, നമുക്ക് ഹെഡ്സെറ്റ്, പിന്നെ നമ്മുടെ USB വക ചാർജർ സാധനങ്ങളൊക്കെ വെക്കാം. ഇത് നമ്മുടെ ലാപ്പ് വയ്ക്കുന്ന സംഭവം നേരെ നമ്മൾ ഇടുന്ന ഭാഗത്താണ്. ഇത് മോഷണം വരാണ്ടിരിക്കാൻ ഇപ്പോഴത്തെ മിക്ക ലാപ്ടോപ്പ് ബാഗുകൾ ഇങ്ങനെയാണ്. അപ്പോൾ തുറന്ന് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലാപ്പും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി ഡെല്ലിൻ്റെ ബാഗാണ് ഇത്, ലാപ്ടോപ്പ് ബാഗാണ്. അപ്പോൾ നമുക്കിത് ഞങ്ങൾ മാറ്റി വെച്ച് നമ്മുടെ ലാപ്പ് പുറത്തേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ലാപ്പ്. അപ്പോൾ നമുക്ക് കുറെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ലാപ്പ് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ആദ്യം ഞാൻ ലാഗ് ചെയ്യിക്കാണ്ട് ആദ്യം തന്നെ ഇതിന്റെ വില പറയാം. ഇതിന്റെ വില എന്ന് പറയുന്നത് 36,801 രൂപ, 36,500 രൂപയാണ് ഈ ലാപ്പിന്റെ വില. അതോടെ എഴുതിയിട്ടുണ്ട്. ഡെല്ലിന്റെ ഒരു അടിപൊളി ലാപ്പാണ്. നമ്മൾ ആമസോണിൽ നിന്നും എടുത്തല്ല, നമ്മള് തൃശ്ശൂരുള്ള വേണൂസിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലും മാത്രമേ എഴുതിയിട്ടുള്ളൂ. സുമിത, അപ്പോൾ ഇവിടെ കുറെ ബാർകോഡുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 36,800 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മോഡൽ നമ്പറുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ എഴുതിയേക്കണേ. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കാണ്ട് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിന്റെ സൈഡിലും നോക്കാം. ഇതിന്റെ സൈഡിൽ ഇതിന്റെ ചാർജറും പിന്നെ ഇതിന്റെ അഡാപ്റ്ററും, അതായത് പവർ കോഡും അഡാപ്റ്ററും ആണ് ഇതിന് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ലാപ്പ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലാപ്പ് വരുന്നത്. അതൊന്ന് പൊളിക്കാം. നമ്മളിതിന്റെ ഗ്യാരണ്ടി കാർഡും ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല, ഇതൊക്കെ അതിലുണ്ട്. വേറെ കാണിച്ചിട്ട് നമുക്ക് ഫ്രണ്ട്സ്, ഇതാണ് അപ്പം നമ്മുടെ മോഡൽ. അപ്പം ഇതാണ് നമ്മുടെ ലാപ്പ്. ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒരു സ്റ്റിക്കർ, ഇത് ഇൻസ്പയറിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻസ്പയറിൻ്റെ ബ്രാൻഡിങ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ബുഷ്, മറ്റേ നരങ്ങാണ്ടിരിക്കാനുള്ളൊരു 4 ബുഷ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 സ്പീക്കർ. അടിഭാഗത്താണ് ഇതിൻ്റെ സ്പീക്കർ. ഫ്രണ്ടിലേക്ക് ഇത്തിരി പ്രൊജക്ട് ചെയ്ത് നിൽക്കണ പോലത്തെ സ്പീക്കറാണ് ഇതിൻ്റെ. പിന്നെ ഒരു എയർ ഇൻവെൻസ്, പിന്നെ എക്സോസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോക്കിന്റെ ഒരു പോർട്ട് കാണാനുണ്ട്. പിന്നെ ഒരു USB 2.0 പോർട്ട് ഒരെണ്ണുണ്ട്. പിന്നെ SD കാർഡ്. അങ്ങനെ അത്രേ ഉള്ളൂ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലത്തെ പോർട്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ചാർജ് ചെയ്യുന്ന പോർട്ട് ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ HDMI പോർട്ട്, പിന്നെ ഇതർനെറ്റ് പോർട്ട്, പിന്നെ 2 USB 2.0 പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക്. ഇപ്പൊ ഇത്രയും പോർട്ടുകളാണ് വരുന്നത്. ഇപ്പൊ മറ്റേ പണ്ടത്തെ പോലെ ഡിസ്കിന്റെ സംഭവം ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലൊരു സാധനം ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ ഇതിൽ കാണുന്നത് ഇതിൻ്റെ ടച്ച് പാഡാണ്. വലിയൊരു ടച്ച് പാഡാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടച്ച് പാഡ്. നമുക്ക് തോണ്ടി കളിക്കാനൊക്കെ കൂടുതൽ സ്ഥലമായിട്ടുണ്ട്. പിന്നെ സ്വിച്ചൊക്കെ അതിൽ തന്നെയാണ്, ഉള്ളിൽ തന്നെ ഇൻബിൽറ്റ് ചെയ്തേക്കാണ്. പുറത്തേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് HP മറ്റേ ലാപ്പ് പോലെ.
പിന്നെ ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 16.5 ഇഞ്ചിൻ്റെ അടിപൊളി ഒരു ഡിസ്പ്ലേ, ഫുൾ HD ഡിസ്പ്ലേ, പിന്നെ HD വെബ് ക്യാം, 1080 പിക്സലിൻ്റെ HD വെബ് ക്യാം, പിന്നെ അതേപോലെ തന്നെ ബെസൽസിൻ്റെ കാര്യങ്ങളും നാരോ ബെസൽസ് ആണെന്നും, പിന്നെ HDMI, പിന്നെ ഡെൽ സിനിമ, അങ്ങനെ കുറച്ച്, പിന്നെ ഡെല്ലിൻ്റെ മൊബൈൽ കണക്ടിവിറ്റി ഇതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ സ്റ്റിക്കേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് AMD റേഡിയോൻ്റെ ഒരു ഗ്രാഫിക് കാർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ നമുക്ക് സ്റ്റിക്കറായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ AMD Ryzen 3 പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഗെയിമിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി കൂടുതൽ നല്ല അടിപൊളി പ്രോസസ്സറാണ് ഇതിലുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഭാഗങ്ങളിലേക്ക്, അതായത് അതിൻ്റെ സ്ക്രീനിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ബ്ലാക്ക് ഡിസ്പ്ലേ, ഇത് ആൻറ്റി ഗ്ലെയർ സ്ക്രീനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്കിവിടെ 1080 പിക്സലിൻ്റെ HD വെബ് ക്യാം കാണാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ക്യാം ഇൻഡിക്കേഷൻ ലൈറ്റും, അതിൻ്റെ അപ്പുറത്ത് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡെല്ലിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കീബോർഡിൻ്റെ ഇതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അടിപൊളി ഒരു കീബോർഡ് സെറ്റപ്പാണ് വന്നായിരുന്നത്, ഒരു ലെവലായിട്ട്. ഇതിന് ബാക്ക് ലൈറ്റ് വരുന്നില്ല കേട്ടോ, കീബോർഡിന് ബാക്ക് ലൈറ്റ് ഇല്ല. എന്നാലും നല്ല സ്മൂത്ത് ഒരു ഫീലുള്ള, ഒരു അടിപൊളി ഫീലുള്ള ഒരു കീപാഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. ഇനി നമുക്ക് ഉപയോഗിച്ചായിട്ടുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്ക് നേരെ ഓണാക്കാം. ഇത് ബൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡെല്ലിൻ്റെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഡെല്ലിന്ന് 80 കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്, ബൂട്ട് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേട്ടോ നിങ്ങൾ കാണുന്നത്. സെറ്റപ്പ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, അത് കാരണമാണ് ഈ വാൾ പേപ്പറൊക്കെ ഇങ്ങനെ നിൽക്കണേ. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇത്ര ടൈം എടുക്കണം നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അത് കാരണം ഇത് ഫോർവേഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇത് ഓണായിട്ട് വന്നേക്കാണ്. ഇത് എന്തോരം നമുക്ക് ക്യാമറയിൽ എന്തോരം വിഷ്വലിൽ കാണാൻ പറ്റണമെന്ന് അറിയണില്ല. എന്നാൽ നല്ല അടിപൊളി വിഷ്വൽസിങ്ങാണ് ഇതിൽ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഫുൾ HD ഡിസ്പ്ലേയുടെ ഒരു അടിപൊളി പവർ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇതിൽ ഷോർട്ട് കട്ട്സ് ആണ്, ആപ്പുകളൊന്നുമല്ല, അത്യാവശ്യം ഷോർട്ട് കട്ട്സ്. അതാ വേണുസുദ്ധി ചാടർജി തന്നാണ്. പിന്നെ ഇതിൽ സൈബർ ലിങ്കിൻ്റെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ ഡൗൺലോഡ് ചെയ്ത് തന്നതാണ് മറ്റേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും മെമ്മറി, ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ, സൗണ്ട് വീഡിയോ ഒക്കെ അടങ്ങിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് റിവ്യൂ അടുത്തന്നെ ഒരു വീഡിയോ ചെയ്യണതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.